ഒരു പുതിയ പരിഷ്കാരത്തിലേക്ക് വരികയാണ്. KSRTC യാത്രക്കാർക്ക് വേണ്ടി KSRTCയും ചിക്കിങ് കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഫുഡ് ബസ്സിൻ്റെ ഉള്ളിൽ സെർവ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയാണ്. അത് ആദ്യഘട്ടത്തിൽ 5 ബസ്സുകളിൽ നിലവിൽ വരും. KSRTCയുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ എല്ലാ സീറ്റുകളിലും 5 വാഹനങ്ങളിലാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ബഡ്ജറ്റ് ടൂറിസം വാഹനങ്ങളിലും തുടങ്ങുകയാണ്, ഒരുമിച്ച് തന്നെ തുടങ്ങുകയാണ്. ഇതുപോലെ ഒരു QR കോഡ് എല്ലാ വണ്ടിയിലും ഒട്ടിക്കും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ യാത്രക്കാരുടെ വാട്സാപ്പിലേക്ക് ഈ പോകുന്ന റൂട്ടിലുള്ള ചിക്കിങ്ങിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളും കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബസ് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ബസ് പാർക്ക് ചെയ്യും. അതല്ലെങ്കിൽ നിയറസ്റ്റ് നമ്മൾ ആവശ്യപ്പെടുന്ന ബസ് സ്റ്റേഷനിൽ നിങ്ങളുടെ സീറ്റിലേക്ക്, യാത്രക്കാരുടെ സീറ്റിലേക്ക് ചിക്കിങ്ങിൻ്റെ നമ്മൾ നൽകുന്ന ഓർഡർ വരും. അതിൻ്റെ ഒരു മെനുവും അതിനകത്ത് ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. വെയിറ്റേറിനും ഉണ്ട്, നോൺ വെയിറ്റേറിനും ഉണ്ട്, രണ്ടും ലഭിക്കുന്നതാണ്. അതിന് മറ്റ് ഔട്ട്ലെറ്റുകൾ കിട്ടുന്നതിനേക്കാൾ ഏതാണ്ട് 25% ഡിസ്കൗണ്ട് ഉണ്ടാവും KSRTCയിൽ കൊടുക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ടോട്ടൽ സെയിലിൻ്റെ 5% KSRTCക്ക് കിട്ടും. ഈ കമ്പനി KSRTC തരും. കുറച്ച് ദിവസത്തേക്ക് യാത്രക്കാരെ സഹായിക്കാൻ വേണ്ടി ആദ്യം തുടങ്ങുന്ന 5 ബസ്സുകളാണ്. തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന, തിരുവനന്തപുരത്തേക്ക് മൂകാംബികയ്ക്ക് പോകുന്ന ഓൾവോ ബസ്സുകൾ, എയർ കണ്ടീഷൻ ബസ്സുകൾ 5 ബസ്സുകളിലാണ് തുടങ്ങുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയിലുണ്ട്. അങ്ങനെ തുടങ്ങിയതിന് ശേഷം വരും ദിവസങ്ങളിൽ നാളെ മുതൽ നമ്മൾ ഒരു പുതിയ സർവീസ് ആരംഭിക്കുന്നുണ്ട്. അത് ടെക്നോ പാർക്കിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസം തൊടുപുഴ, കണ്ണൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ടെക്നോ പാർക്കിലെ ജീവനക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക സർവീസ് ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുകയുള്ളൂ. അവർ വീക്കെൻഡിൽ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ, അതുപോലെ തിരിച്ചു വരാനും വേണ്ടിയുള്ള ഒരു സർവീസ്, മൺഡേ തിരിച്ചു വരാനും വേണ്ടിയുള്ള ഒരു സർവീസ് നമ്മൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. KSRTCയുടെ CMD നാളെ അത് ഫ്ലാഗ് ഓഫ് ചെയ്യും. കാരണം ഞാൻ ചെയ്യാനിരുന്നതാണ്, പക്ഷേ എനിക്ക് നാളെ അല്പം തിരക്കുള്ളതുകൊണ്ട് ഞാനില്ല ഇവിടെ. അദ്ദേഹം അത് നാളെ അത് ഫ്ലാഗ് ഓഫ് ചെയ്യും. ടെക്നോ പാർക്കിൽ ആയിട്ടൊരു ടൈപ്പ് KSRTC ഉണ്ടാക്കുകയാണ്. ആ വണ്ടികളിൽ ഇതുപോലെ ചിക്കിങ്ങിൻ്റെ ഫുഡ് സെർവ് ചെയ്യും. ആദ്യത്തെ 5 വണ്ടികൾ കഴിഞ്ഞാൽ പിന്നെ ടെക്നോ പാർക്കിൻ്റെ വണ്ടികളായിരിക്കും. പിന്നെ ബഡ്ജറ്റ് ടൂറിസത്തിൽ പോകുന്ന വണ്ടികളിൽ ഈ ടെലിഫോൺ വഴി ഓർഡർ ചെയ്യാനും മൊബൈൽ വഴി ഓർഡർ ചെയ്യാനും, അതുപോലെ ഔട്ട്ലെറ്റുകളിൽ വണ്ടി നിർത്താൻ സൗകര്യമുള്ള ഔട്ട്ലെറ്റുകൾ നിർത്താനും, അവിടെ ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ചിക്കിങ്ങിൻ്റെ ഔട്ട്ലെറ്റിലെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ യാത്രക്കാർക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കമ്പനിയുമായി ഒരു ടൈപ്പിലെത്തുന്നത്. ഈ ടൈപ്പ് യാത്രക്കാർക്ക് നല്ല ഫുഡ്, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാനും നമുക്ക് ഇരിക്കുന്ന സീറ്റിൽ തന്നെ സെർവ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ പരിഷ്കാരം KSRTCയിൽ വരികയാണ്. നമ്മൾ ഔട്ട്ലെറ്റുകളിൽ നിർത്തി കൊടുക്കും. വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഔട്ട്ലെറ്റ്, അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഇവിടെയും ഒരു സൗജന്യമായിരിക്കും. ആ വണ്ടിയുടെ, ആ ഓർഡർ എടുക്കുന്ന വണ്ടിയുടെ, ഒരു വണ്ടിയിൽ ഒരു സ്ഥലത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഔട്ട്ലെറ്റ് നിർത്തുമ്പോൾ അവിടുത്തെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് അതിലേത് സാധനം വേണമെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാം. ഈ മെനുവിൽ പറയുന്ന ഏത് സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കാം അവർക്ക്. മറ്റ് യാത്രക്കാർക്ക് 25% ചിക്കിങ്ങിൻ്റെ ജനറൽ ഔട്ട്ലെറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ 25% കുറവോടുകൂടിയാണ് ചിക്കിങ് കൊടുക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് KSRTC ചിക്കിങ്ങുമായി ഒരു ടൈപ്പിലെത്തുകയാണ്. ഇങ്ങനെ ഒരു ഫുഡ് സെർവ് ചെയ്യുന്നൊരു സംവിധാനം കുറച്ച് നാളായിട്ട് ഞാൻ പറയുന്നുണ്ട്. ബസ്സിനകത്ത് ഫുഡ് തരും, ബസ്സിനകത്ത് ഫുഡ് തരും എന്ന് പറയുന്നുണ്ട്. ഇതിന് പ്രത്യേകമായ വെബ്സൈറ്റും അവരൊരു 25 ദിവസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യും. ആ വെബ്സൈറ്റിൽ നമുക്ക് എന്തൊക്കെ മെനു ഉണ്ടെന്നും, മെനു ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. പിന്നെ ഏതൊക്കെ ഔട്ട്ലെറ്റ് ആണുള്ളത്, പോകുന്ന റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ടിൽ ഏതൊക്കെ ഔട്ട്ലെറ്റ് ആണുള്ളത് എന്നറിയാൻ പറ്റും. ഇത് KSRTC വേണ്ടി മാത്രമുള്ളൊരു വാട്സാപ്പ് നമ്പറാണ്. ഇതുവഴിയും ഈ വാട്സാപ്പ് നമ്പറിലൂടെയും ഔട്ട്ലെറ്റിലേക്ക് ബന്ധപ്പെടാൻ പറ്റും. ഇവരൊരു കൺട്രോൾ സെൻ്ററുണ്ട്, ഇതിനു വേണ്ടി പ്രത്യേകമായ ഒരു കോൾ സെൻ്ററുണ്ട്. ആ കോൾ സെൻ്ററിലേക്ക് ബന്ധപ്പെടാം വാട്സാപ്പ് വഴി. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും ഒരു വാട്സാപ്പ് മെസ്സേജ് ഉടനെ തിരിച്ച് റിട്ടേൺ ഒരു ഹായ് എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് വരും. ആ മെസ്സേജ് വഴി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുകയും അവിടെ ഈ മെനു അതിൽ കിട്ടും, അവൈലബിളാണ്. മെനു അതിൽ അവൈലബിളാവും. അപ്പോൾ ആ മെനുവിൽ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഈ കണ്ടതുപോലെയുള്ള ഒരു മെനു അതിൻ്റെ ഉള്ളിൽ വരും. അതിൽ വെജിറ്റേറിയനും ഉണ്ട്, ഇത് വെജാണ്, ഇത് നോൺ വെജാണ്. ഈ രണ്ടും വരും. അതിലേതാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേഷനിൽ, നമ്മൾ പറയുന്ന സ്റ്റേഷനിൽ ഈ സാധനം ഡെലിവറി ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം, കാരണം യാത്രക്കാർക്ക് ഒരു പുതിയ ആകർഷണം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടം 5 വണ്ടിയിൽ, അടുത്ത 5 വണ്ടികൾ നാളെ ആരംഭിക്കുന്ന ടെക്നോ പാർക്കിൽ നിന്ന് പോകുന്ന 5 വണ്ടികൾ, അത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് ടൂറിസത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാ വണ്ടികളും, എല്ലാ സ്ഥലത്തു നിന്നും പോകുന്ന വണ്ടികൾക്ക് ഇത് ഈ ഒരു ഗുണം ഉപയോഗിക്കാൻ പറ്റും. ഇത്തരത്തിൽ സൗകര്യമുള്ള വണ്ടികളിലെല്ലാം സീറ്റിൽ
ഈ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും. ഈ സ്റ്റിക്കർ നമ്മളൊന്ന് മാറ്റും. സ്റ്റിക്കർ ഒരു ഇതാണ് നമ്മുടെ KSRTCയുടെ ട്രൈ കളർ ഫ്ലാഗ് ബസ്സുള്ള സ്റ്റിക്കർ ഒട്ടിക്കും. ഇത് വെറുതെ സാമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് മാറ്റിയിട്ട് നമ്മൾ മറ്റേത് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ തന്നെ KSRTCയുടെ വണ്ടിയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ അത് സെർവ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നിവിടെ വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിങ്ങളെ മാധ്യമങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇത് സീറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സീറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇത് നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കും. സീറ്റിൻ്റെ ബാക്കിൽ ഈ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അവിടെ ഉണ്ടാവും. അത് യാത്രക്കാർക്ക് അവിടെ നിന്ന് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക്, ഈ വാട്സാപ്പ് നമ്പർ എക്സ്ക്ലൂസീവ്ലി ഫോർ KSRTC ആണ്. അത് KSRTCക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇതിൻ്റെ ഒരു കൺട്രോൾ സെൻറ്റർ അങ്ങനെയാണ്. ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, അത് കാണിക്കാം. അങ്ങോട്ട് തിരിച്ചു വെച്ചു. എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? ഇവിടെ വെച്ചോളൂ. ഇവിടെ വെച്ചിട്ട് കാണത്തക്ക രീതിയിൽ അവർ കാണത്തക്ക കാണിച്ചോളൂ. ഓരോന്നായിട്ട് കാണിച്ചോളൂ. നമ്മൾ ആദ്യമായിട്ട് എങ്ങനെ ഓർഡർ ചെയ്യാന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്.